മിൽമ പാലിന് വില കൂടുന്നു. ഏതാനും മാസങ്ങൾ എന്നല്ല, ഒരുപക്ഷെ ഏതാനും വർഷങ്ങളായി മിൽമ പാലിൻ്റെ വില കൂട്ടണം എന്ന് പാൽ കർഷകർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്. അത് മിൽമ ബോർഡിൻ്റെ മുമ്പിലെത്തിയെങ്കിലും സർക്കാർ അതിനനുകൂല നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഏതാനും മാസം മുൻപ് ആ ചർച്ച വളരെ ശക്തമാവുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു വർധനവ് നൽകാം എന്ന ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ 4 മുതൽ 6 രൂപ വരെ എന്നൊക്കെയായിരുന്നു ഏറ്റവും അവസാനം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അത് സമ്മതിച്ചു വരുന്ന സമയമായപ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പാലിൻ്റെ വില വർധനവ് നിലവിൽ കൊണ്ടുവരാൻ നടപ്പിലാക്കാൻ പറ്റാത്തത് മൂലം പുതിയ ഗവൺമെൻറ് വരട്ടെ എന്ന രീതിയിൽ അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു. ആ തീരുമാനം മിൽമ ബോർഡിന്, കോടതിയുടെ ഇടപെടൽ മൂലം മിൽമ ബോർഡിന് വില കൂട്ടുക കുറയ്ക്കുക ഇത്തരം കാര്യങ്ങളിൽ സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ ഗവൺമെൻറ് അവർക്ക് അംഗീകാരം നൽകിയിരുന്നതിന് അനുസരിച്ച് അവർ മിൽമ പാലിൻ്റെ വില 4 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമായപ്പോൾ അതും സർക്കാരിന് ഇപ്പോൾ പെട്ടെന്ന് നേരിടേണ്ടി വരുന്ന ഒരു ധന പ്രഹരമാണ്. പക്ഷേ സർക്കാർ അത് തീർച്ചയായിട്ടും ആ പ്രഹരം ഒരാശ്ലേഷമായി കണ്ട് തന്നെ നടപ്പിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മളൊന്ന് ഈ പാലിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൻ്റെ പാലുൽപാദനം, ഇന്ത്യയുടെ പാലുൽപാദനം എന്നിവ കാര്യങ്ങളെ പറ്റി കൂടി അല്പം ഒന്ന് ചിന്തിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ലോകത്തെ ആകെ ആവശ്യമുള്ള പാലിൻ്റെ 25% ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഒന്നാമത്തെ മിൽക്ക് പ്രൊഡ്യൂസർ, പാൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. അതായത് ലോകത്തിന് ആവശ്യമുള്ള പാലിൻ്റെ 25% ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഒരു ശരാശരി പാലുൽപാദനം എന്ന് പറഞ്ഞാൽ ഓർക്കണം, ശരാശരി പാലുൽപാദനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഓരോരുത്തരുടെയും പെർ ക്യാപിറ്റ വെച്ച് നോക്കിയാലുള്ള പാലുൽപാദനം. അതായത് കഴിഞ്ഞ മെയ് മാസത്തിലെ, ഈ മാസത്തിലല്ല, 2025 മെയ് മാസത്തിലെ ആഗോള കണക്കനുസരിച്ച്, UN-ൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ 146.39 ലക്ഷമാണ്. അപ്പോൾ പെർ ക്യാപിറ്റ പാലുൽപാദനം 495 ഗ്രാമാണ് പെർ ഡേ ഇന്ത്യയുടെ പാലുൽപാദനം. അങ്ങനെ 495 ഗ്രാം പെർ ഡേ ഈ വലിയ പോപ്പുലേഷൻ്റെ പെർ ക്യാപിറ്റ ഉൽപാദനം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പാലാണ് ലോകത്തിന് ആവശ്യമുള്ള പാലിൻ്റെ 25% എന്ന് പറയുന്നത്. ലോകത്തിന് ആവശ്യമുള്ളത് അതിലും കൂടുതലായിരിക്കാം ചിലപ്പോൾ, പക്ഷേ ഉൽപ്പാദനം ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 25% ഇന്ത്യയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഈ ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവനും ഇന്ത്യ കൺസ്യൂം ചെയ്യുകയല്ല. പെർ ക്യാപിറ്റ, അതായത് ആളോഹരി പാൽ കൺസംഷൻ എന്ന് പറയുന്നത് 471 ഗ്രാമാണ്. അതായത് 485 ഗ്രാം പെർ ക്യാപിറ്റ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ കൺസംഷൻ 471 ഗ്രാമാണ്. എന്ന് വെച്ചാൽ ബാക്കി പാല് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. പാലായിട്ടും പാൽ ഉൽപ്പന്നങ്ങളായിട്ടും കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഈ കോണ്ടെക്സ്റ്റിലാണ് കേരളത്തിലെ മിൽമ പാലിൻ്റെ വില വർധനവിനെ പറ്റി നാം ആലോചിക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ മിൽമ പാലിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ 80% നാം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി ആവശ്യമുള്ളത് നമ്മൾ കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ കൺസംഷൻ എത്രയാണ് എന്ന് നോക്കാം നമുക്ക്. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ കൺസംഷൻ 195 മുതൽ 197 ഗ്രാം വരെയാണ്. ഓൾ ഇന്ത്യ കൺസംഷൻ 471 ഗ്രാമാണ്. അപ്പോഴാണ് കേരളത്തിലെ കൺസംഷൻ 195 ഗ്രാം മുതൽ 197 ഗ്രാം വരെയാണ് എന്ന് പറയുന്നത്. എന്ന് വച്ചാൽ അവിടെ ഉരുത്തിരിയുന്ന ഒരു വളരെ സങ്കടകരമായ പ്രതിഭാസമുണ്ട്. അതായത് ഇവിടെ താഴെ തട്ടിലുള്ള ഒരുപാട് മനുഷ്യർ
ഒന്നുകിൽ വളരെ കുറച്ച് മാത്രം പാല്, അല്ലെങ്കിൽ തീരെ പാൽ ഉപയോഗിക്കാത്തവരാണ്. കാരണം അവരുടെ സാമ്പത്തിക ശേഷിയുടെ കുറവ് മൂലം ഉയർന്ന വില കൊടുത്ത് പാൽ വാങ്ങാൻ നിവർത്തിയില്ല. അതുകൊണ്ടാണ് അവർ പാല് വാങ്ങി കഴിക്കാത്തത്. അപ്പോൾ ഇത്രയും ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 4 രൂപ പാലിന് വില കൂട്ടുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഈ 195 മുതൽ 197 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം പിന്നെയും താഴോട്ട് പോകും. എന്തുകൊണ്ടാണ് പിന്നെയും താഴോട്ട് പോകുന്നത്? വാങ്ങൽ ശേഷി ഇല്ലാത്തത് കൊണ്ട്. അപ്പം എന്താണ് ഈ വില കൂട്ടിയത്? ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മിൽമ കർഷകർ, പാൽ ഉൽപാദകർ അവരനുഭവിക്കുന്ന ക്ലേശം നമുക്കറിയാം. വന്യമൃഗ ശല്യം ഒരു വലിയ തോതിലുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ കണക്ക് 590 ഹെക്ടറാണ് നമുക്ക് കടൽ തീരം. അതുപോലെയാണ് 590 ഹെക്ടർ പിന്നെ അതിൻ്റെ കടൽ തീരമാണ് കേരളത്തിനുള്ളത് എങ്കിൽ അതുപോലെ തന്നെ മലനിരകൾ നിറഞ്ഞ, കാട് നിറഞ്ഞ പ്രദേശങ്ങളാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും വന്യമൃഗമായിട്ട് ബന്ധമുണ്ടാകത്തക്ക രീതിയിലുള്ള വനമേഖലയാണ് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ആ വനമേഖലയിലുള്ള കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളും വന്യജീവി സംഘർഷവും അങ്ങനെയെല്ലാം അവരുടെ പാൽ ഉൽപാദനത്തെ പുലി കടിച്ചു കൊന്നു, കടുവ കടിച്ചു കൊന്നു, പശുവിനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട്സ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചാണ്. അതുപോലെ തീറ്റിപ്പുല്ലിൻ്റെ ലഭ്യത കുറയുന്നു, അതുപോലെ തന്നെ കാലിത്തീറ്റയുടെ വില കൂടുന്നു. ഇങ്ങനെയുള്ള പല പല പ്രതിസന്ധികളും പ്രതിനിധാനം ചെയ്താണ് മിൽമ കർഷകർ, പാൽ ഉൽപാദകർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അർഹമായ ഒരു വില കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഈ 4 രൂപ വില വർധനവ് എന്ന് പറയുന്നത് അധികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ദേശീയ ശരാശരി 471 ഗ്രാം ആണ് ഒരാൾ കഴിക്കുന്ന പാല് എങ്കിൽ കേരളത്തിൻ്റെ ശരാശരി 195, 197 എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടകരമായ ഒരവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം നമ്മൾ സാമൂഹ്യ വളർച്ചയിലൊക്കെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും ലോഞ്ചിവിറ്റിയിലും ഒക്കെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ പാലിൻ്റെ ഉപഭോഗം ഇത്ര വലിയ ഡിഫറൻസ് ദേശീയ ശരാശരിയേക്കാൾ കാണിക്കുന്നത് തന്നെ നാണക്കേടാണ്. അതുപോലെ തന്നെ അത് താഴെ തട്ടിലുള്ളവരിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളത് അതിനേക്കാൾ നാണക്കേടാണ്. അതിന് എനിക്ക് നല്ല തെളിവുകളുണ്ട്. ഞാൻ പല സർവേകൾക്കും ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് നമ്മുടെ പല ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളിലും ഒരു സർവേക്ക് അല്ലെങ്കിൽ മറ്റൊരു സർവേക്കായി ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും നേരിട്ടറിയാം. അങ്ങനെ സർവേക്കായി ഞാൻ പോയ സമയത്ത് തന്നെ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസ് സർവേക്ക് പോയ സമയത്ത് ഡയറി ഫാമാണ് ആ വീട്ടുകാർ, അവരും മറ്റു കുറച്ച് കുടുംബശ്രീകളും കൂടി നടത്തുന്നത്. അപ്പോൾ എത്രയോ ലിറ്റർ പാല് ഒരു ദിവസം അവർ അളന്നു കൊടുക്കുന്നു. പക്ഷേ വീട്ടിൽ ഒരു തുള്ളി പാല് പോലും കുടിക്കാനില്ല. ചായക്കകത്തോ കാപ്പിക്കകത്തോ ചേർക്കാൻ പോലുമില്ല. കട്ടനാണ് അവരുടെ രീതി. കുട്ടികൾക്കും ഇത് തന്നെയാണോ രീതി? അതെ, കുട്ടികൾക്കും ഇത് തന്നെയാണ് രീതി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പാല് മുഴുവൻ കൊടുത്താലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്തത്തക്ക മറ്റ് കാര്യങ്ങൾ, പാല് മാറ്റി വെച്ചാൽ മറ്റ് ആവശ്യങ്ങൾ നടത്താനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാല് ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ ഒരു ഡയറി ഫാമിൽ നടത്തുന്ന കുടുംബശ്രീയുടെ ഒരു മൈക്രോ എൻ്റർപ്രൈസാണ് ഡയറി ഫാം. എന്നിട്ട് അവരുടെ ആരുടെയും വീട്ടിൽ പാൽ ഉപയോഗിക്കുന്നില്ല എന്ന് കേട്ടത് വലിയ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ താഴെ തട്ടിൽ വരുമാനം, ഇവിടെ കേരളത്തിൽ പാലിൻ്റെ വിലയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ വളരെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് തീറ്റിപ്പുല്ലിനും കാലിത്തീറ്റയ്ക്കും ഒക്കെ ഉയർന്ന നിലയാണ്. എല്ലാ തരത്തിലും കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ പാലിൻ്റെ വിലയും കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉയർന്ന വില കൊടുത്ത് പാൽ വാങ്ങി മക്കൾക്കോ പ്രായമായവർക്കോ ആർക്കും തന്നെ കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ വില വർദ്ധിപ്പിച്ച് പാൽ ഉൽപാദകരെ സഹായിക്കുമ്പോൾ സർക്കാർ തീർച്ചയായിട്ടും ഈ പാല് വാങ്ങി സ്വന്തം പിറന്നു വീണ
കുഞ്ഞിന് പോലും, അതായത് പിറന്നു വീണ ഉടനെ അമ്മയുടെ പാല് കൊടുത്താൽ മതി, പശുവും പാല് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പശുവും പാല് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ മുതൽ നമ്മൾ ആഹാരത്തിൽ കുറച്ച് പശുവും പാല് കിട്ടത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങും, അവർക്ക് കൊടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആ പ്രായം മുതൽ എല്ലാ കുട്ടികൾക്കും ഒരു ശരാശരി അളവിൽ, ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന അളവിൽ പാല് ലഭ്യമാകണം. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ഒരു വയോജന വകുപ്പ് വരികയാണ്. വയോജന വകുപ്പ് വരുമ്പോൾ വയോജനങ്ങളുടെ എന്താണ് പറയുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ ലോൺജിവിറ്റി, അവരുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല, വർദ്ധിപ്പിച്ച ആയുർദൈർഘ്യത്തിൽ ആരോഗ്യവതികളായി അവർ ജീവിക്കണം. ആരെയും ശല്യപ്പെടുത്താതെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോൾ അവർക്കൊരു സമീകൃത ആഹാരം വേണം. ആ സമീകൃത ആഹാരത്തിൽ തീർച്ചയായിട്ടും പാലിൻ്റെ അംശം ഉണ്ടായിരിക്കണം. അപ്പോഴും ഈ പാലിൻ്റെ വില വർധനവ് അവരെ ബാധിക്കരുത്. ആ തരത്തിൽ ഈ പാലിൻ്റെ വില ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു കൊടുക്കുക ഒരു വശത്ത്, മറുവശത്ത് ഇത്തരക്കാർക്ക് ഏത് തരത്തിലാണ് പാല് ലഭ്യമാക്കുക എന്നുകൂടി ആലോചിക്കുക. അവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ മിൽമ പാൽ ലഭ്യമാക്കാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ലഭ്യമാക്കുക. അങ്ങനെ ലഭ്യമാക്കുമ്പോൾ എല്ലാവരിലേക്കും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മിൽക്ക്, അതായത് ഒരു മിനിമം പാല് ഓരോ വ്യക്തിക്കും, ഡോക്ടർ പാല് കഴിക്കരുത് എന്ന് പറയാത്ത വ്യക്തികൾക്കെല്ലാം ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി പാലെങ്കിലും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തി നമുക്ക് നാഷണൽ ശരാശരിയായ 471 എത്താൻ ഒത്തില്ലെങ്കിൽ തന്നെയും 195 എന്നുള്ളത് 250 എത്തത്തക്ക രീതിയിൽ നമ്മുടെ പാലിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ കഴിയണം. അതിനുള്ള നടപടികൾ കൂടി മിൽമയുടെ ചാർജുള്ള മന്ത്രി സ്വീകരിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.